ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട അതിലെ പ്രതി മുസ്ലിം ലീഗ് നേതാവായ ഷിംജിത മുസ്തഫയ്ക്കെതിരായി അന്വേഷണ സംഘം നൽകിയ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ് കോടതി. അപ്പോൾ എന്തായിരിക്കും, കസ്റ്റഡിയിൽ വിടുമോ, ഷിംജിതയെ കസ്റ്റഡിയിൽ വിടുമോ, കൂടുതൽ ചോദ്യം ചെയ്യാനായി തെളിവെടുപ്പിനായി പോലീസിന് ഷിംജിതയെ ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ചേതൻ സാജനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ചേതൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് വിനിഷ. ഷിംജിതയുടെ റിമാൻഡ് കാലാവധി കഴിയാനിരിക്കെയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷയുമായി പോലീസ് കോടതിയെ സമീപിക്കുന്നത്. കസ്റ്റഡിയിൽ വിടാനുള്ള ഒരു സാധ്യത ഏത് രീതിയിലായിരിക്കും കോടതിയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ? വിനിഷ, ഷിംജിതയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് ഷിംജിതയെ, മുസ്ലിം ലീഗ് നേതാവായ ഷിംജിതയെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കുന്നത്. ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ കൃത്യം നടന്ന, ഈ സംഭവം നടന്ന ബസ്സിൽ എത്തിച്ച് പ്രതി ഷിംജിതയെ വിശദമായി തെളിവെടുപ്പ് നടത്തണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഈ കേസിൽ ഷിംജിതയ്ക്കെതിരെ ചുമത്തിയത്. BNS 108 പ്രകാരം പരമാവധി 10 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രോസിക്യൂഷൻ പറയുന്നത് മനഃപൂർവ്വം പ്രതി ഇത്തരത്തിൽ ഒരു കൃത്യം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത്. ബസ്സിൽ വെച്ച് വീഡിയോ ചിത്രീകരിക്കും, 7 വീഡിയോകളോളം ചിത്രീകരിച്ച് അത് എഡിറ്റ് ചെയ്ത് വക്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലിട്ട് ഒരു ആൾക്കൂട്ട വിചാരണയിലേക്ക് തള്ളിവിട്ടു എന്നതാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ ആരംഭിക്കുന്നത്. മനഃപൂർവ്വം റീച്ച് കിട്ടാൻ വേണ്ടി, സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവാൻ വേണ്ടിയാണ് പ്രതി ഇത്തരത്തിൽ ഒരു കൃത്യം നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷന്റെ ഭാഗം. എന്നാൽ പ്രതിഭാഗം പ്രധാനമായും ആരംഭിക്കുന്നത് ദീപകിനെ മുൻ പരിചയമില്ല, അതുപോലെ തന്നെ ദീപക്കുമായി മുൻ വൈരാഗ്യവുമില്ല, ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് ഒരു പാഠമാവാൻ വേണ്ടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ താൻ പോസ്റ്റ് ചെയ്തത് എന്നതാണ് പ്രധാനമായും പ്രതിഭാഗത്തിൻ്റെ ആരോപണം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പ്രധാനമായും ഷിംജിതയ്ക്കെതിരായി പറയുന്നത്, ഒന്ന്, ഈ ബസ്സിൽ വെച്ച് ദീപക് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പരാതി പറയുന്ന ആ ഘട്ടത്തിൽ ഷിംജിത എന്തുകൊണ്ട് നിലവിളിച്ചില്ല? അതുമാത്രമല്ല, ഷിംജിത എന്തുകൊണ്ട് ബസ് ജീവനക്കാരോട് പരാതി പറഞ്ഞില്ല? ബസ് ജീവനക്കാരുടെ മൊഴി പോലീസ് ശേഖരിച്ചിരുന്നു. ഈ ബസ്സിൽ അത്തരത്തിൽ ഒരു അസ്വാഭാവികമായി ഒന്നും നടന്നിട്ടില്ല എന്നാണ് കണ്ടക്ടറും ബസ്സിലെ മറ്റു ജീവനക്കാരും പറഞ്ഞത്. അതും ഷിംജിതയ്ക്കെതിരായി മാറിയിരിക്കുകയാണ്. മനഃപൂർവ്വം ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ റീച്ച് കിട്ടാൻ വേണ്ടി കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് എഡിറ്റ് ചെയ്ത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. മറ്റൊരു കാര്യം, ഈ വിഷയം പ്രോസിക്യൂഷൻ പറയുന്നത്, ഈ കേസിൽ ഈ പ്രതിഭാഗത്ത് ഉള്ളയാൾ ഉയർന്ന രാഷ്ട്രീയ നേതാവാണ്, മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. സ്വാഭാവികമായും സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഇതും മുഖവിലക്കെടുത്തുകൊണ്ട് ഇവരെ ജയിലിൽ അടക്കണം, റിമാൻഡിൽ ആക്കണം എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുമ്പോഴും വിശദമായി ഈ കേസ് ചോദ്യം ചെയ്യണം എന്നാണ് പോലീസ് പറയുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്ത മൊബൈൽ ഫോൺ അത് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് കൂടി ഇനി വരാനുണ്ട്. അതും ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമായി തീരുന്നതായിരിക്കും വിനിഷ. ശരി ചേതൻ, ഏതായാലും കോടതിയുടെ എന്തായിരിക്കും കോടതി ഉത്തരവ്, കോടതിയുടെ നിർദ്ദേശം എന്നാൽ നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം. തെറ്റാര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. സ്ത്രീ ചെയ്താലും പുരുഷൻ ചെയ്താലും തെറ്റ് തന്നെയാണ്. ഏതെങ്കിലും രീതിയിൽ ആ തെറ്റിനെ നമുക്ക് ലഘൂകരിക്കാനോ ന്യായീകരിക്കാനോ പറ്റില്ല. സ്ത്രീ തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അവളെ വെറുതെ വിടാനോ പുരുഷനെ പ്രതിസ്ഥാനത്ത് നിർത്താനോ പറ്റില്ല. ഒരു ജീവൻ ഇല്ലാതെയായി പോയതിന് എന്തായാലും ഉത്തരം ലഭിച്ചേ പറ്റൂ. ആ കാര്യങ്ങളെല്ലാം ഈ കേസന്വേഷണത്തിലൂടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതിയുടെ മുൻപാകെ വരുന്നുണ്ട്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെയൊക്കെ തെളിയട്ടെ എന്താണ്, ആരുടെ ഭാഗത്താണ് തെറ്റ് വന്നത് എന്ന്. തെറ്റാര് ചെയ്താലും ആ തെറ്റിന് ശിക്ഷ ലഭിക്കട്ടെ. അത് സ്ത്രീ പുരുഷ ഭേദമില്ല. ചെയ്യുന്ന തെറ്റിന് ക്രൈം ആര് ചെയ്താലും ചെയ്ത ആൾ ക്രിമിനൽ തന്നെയാണ്.